നമസ്കാരം. പ്രിയപ്പെട്ട എല്ലാ പ്രേക്ഷകരെയും എൻ്റെ തിയേറ്റർ എന്ന പരിപാടിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്തില്ല. അപ്പോൾ ഇന്ന് എൻ്റെ തിയേറ്റർ എന്ന പരിപാടിയിൽ ഞാൻ എൻ്റെ ജീവിതത്തിൽ നടന്ന ഒരു കഥയാണ് അവതരിപ്പിക്കുന്നത്. നമുക്ക് ആ കഥയൊന്ന് കേൾക്കാം. അപ്പോൾ എൻ്റെ കഥയെന്ന് പറയുന്നത് ഞാൻ ആദ്യമായിട്ട് ഗൾഫ് നാട്ടിൽ പോയ ഒരു കഥയാണ്. ഒരു ദിവസം ജോക്സിൻ്റെയുടെ പരിപാടിക്ക് അവിടെ ചെന്നപ്പം റഹ്മാനിക പറഞ്ഞു, എടാ പാസ്പോർട്ട് ഉണ്ടോ നിനക്ക്? ഞാൻ പറഞ്ഞു, ഇല്ല പാസ്പോർട്ടില്ല. ഞാൻ ഗൾഫ് പരിപാടി വന്നിട്ടുണ്ട് നമ്മുടെ ജോക്സിൻ്റെക്ക്. കൊല്ലത്തുള്ളൊരു സ്പോൺസറാണ് അത് നടത്തുന്നത്. ദുബൈയിലാണ് കൂടുതലും. അവിടുന്ന് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകും. അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങളുള്ളൂ. അപ്പോൾ പാസ്പോർട്ട് ഇല്ലാതെ എങ്ങനെയാണ് കാര്യങ്ങൾ? ഞാൻ പറഞ്ഞു, പാസ്പോർട്ട് എടുക്കണമെങ്കിൽ ഗൾഫ് പരിപാടിയൊന്നും അങ്ങനെ പ്രതീക്ഷിക്കുന്നില്ലല്ലോ. എന്നാൽ പ്രതീക്ഷിച്ചോണം. ഇനിയിപ്പം അല്പം പരിപാടികളൊക്കെ വരും. അപ്പം എമർജൻസിയിൽ പാസ്പോർട്ട് അന്ന് എടുക്കാം. 2500 രൂപയും കണ്ടാണ്. പക്ഷേ അത് നമ്മൾ എമർജൻസി എന്ന് പറഞ്ഞാൽ അപേക്ഷിച്ചാലും പെട്ടെന്ന് അങ്ങനെ ചാഴുവായി വരണമെന്നില്ല. അപ്പം പാസ്പോർട്ട് ഓഫീസറുമായിട്ട് ബന്ധമുള്ള ആരെങ്കിലും ഒരാൾ സംസാരിച്ചാൽ ചിലപ്പോൾ കുറച്ചുകൂടെ സ്പീഡാകും കാര്യങ്ങളെന്ന് പറയും. ഞാൻ പറഞ്ഞു, എനിക്ക് അങ്ങനെയുള്ള പരിചയമുള്ളൂ ഒന്നുമില്ല. ഈ പാസ്പോർട്ട് എടുക്കുക എന്ന് തന്നെ ഞാൻ ആദ്യം ജീവിതത്തിൽ കേൾക്കുക. എനിക്കതിനെക്കുറിച്ചൊന്നും അറിയില്ലെന്ന് പറയും. അപ്പോൾ ഒരു കാര്യം ചെയ്യും, ഞാനൊരാളെ പറഞ്ഞു നോക്കാം. പരിചയമുള്ള ഒരാളുണ്ട്, നമ്മുടെ ഒരു സുഹൃത്തുണ്ട്, ചോദിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ എറണാകുളത്ത് ജില്ലയുടെ എന്തോ വലിയ ഭാരവാദ്യം വയ്ക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവ്, ചെറുപ്പക്കാരനാണ്, പേരൊക്കെ എൻ്റെ മനസ്സിലുണ്ട്, പക്ഷേ ഞാൻ പറയുന്നില്ല. അദ്ദേഹമായിട്ട് ബന്ധപ്പെട്ടതിന് ഒരു ദിവസം ഒരു ഡേറ്റ് പറഞ്ഞു. ആ ഡേറ്റിന് എന്നോട് പറഞ്ഞു, റഹ്മാനിക്ക പറഞ്ഞു, നീ ആ ഡേറ്റിന് വരണം, വന്ന് അവിടെ അടയ്ക്കാനുള്ള എമർജൻസി അടയ്ക്കാനുള്ള ആ പൈസയും കരുതിക്കോണം, 2500 രൂപ. ഞാൻ പറഞ്ഞു, ശരിക്കാ. അപ്പോൾ നമുക്ക് പാസ്പോർട്ട് നോക്കട്ടെ, റെഡിയാക്കാം. മാക്സിമം ഒരു മാസം ഇല്ല, ഒരു 20 ദിവസത്തിനകമൊക്കെ നമ്മൾ പോവും എന്ന് പറയും. അപ്പോൾ അതിനകം കിട്ടുവാണെങ്കിൽ നമുക്ക് പോകാം, അല്ലെങ്കിൽ നിനക്ക് പിന്നീടത്തെ പ്രാവശ്യം പോകാമെന്ന് പറയും. അപ്പോൾ എനിക്കങ്ങ് ഭയങ്കര സങ്കടം. നല്ലൊരു അവസരം വന്നിട്ട് അത് ആകണേ. പിന്നെ എൻ്റെ പ്രാർത്ഥന, ദൈവമേ പാസ്പോർട്ട് കിട്ടണേ, എനിക്ക് പോകാൻ കഴിയണേ എന്നുള്ള പ്രാർത്ഥന. അന്നേരത്തിനുള്ള സന്തോഷമേ. കാര്യം പറയാൻ കാര്യം വെച്ചാൽ നമ്മുടെ നാട്ടിൽ ഗൾഫിൽ നിന്നൊക്കെ ആൾക്കാരുണ്ട്, ഒരു തിളക്കമുള്ള കൈലിയും പിന്നെ സിൽക്കിൻ്റെ ജുബയും സ്പ്രേയും ഒക്കെ അടിച്ച് ഇവർ നമ്മുടെ നാട്ടിലിറങ്ങുമ്പോൾ ഞാൻ അറിയാതെ ഇവരുടെ ഐക്കലിൽ ചുമ്മാ ഒന്ന് കറങ്ങി കിടക്കും, ഒന്ന് പ്ലാൻ ചെയ്താണ്. അപ്പോൾ ഗൾഫ് എന്നുള്ളത് വലിയ ഒരു പ്രതീക്ഷയല്ല. കാരണം എൻ്റെ വെല്ലിച്ചനൊക്കെ അന്ന് ഗൾഫിലാണ്, അത് ദുബൈയിലെ മസ്കറ്റിൽ ആ ഭാഗത്ത് കണ്ട. അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചത്, എനിക്കൊന്ന് ഗൾഫിൽ പോകാൻ അവസരം കൊണ്ട് പോകണമെന്ന് ഭയങ്കര ആഗ്രഹം. അങ്ങനെ ഞാൻ ഈ പറഞ്ഞ ഡേറ്റിൽ ഈ നേതാവിനെ പോയി കണ്ടു. ആ നേതാവുമായിട്ട് പാസ്പോർട്ട് ഓഫീസിൽ ചെന്നു. ഡോറിനകത്ത് കയറി പാസ്പോർട്ട് ഓഫീസറെ നേരിട്ട് കണ്ടു. ആ പുള്ളി എൻ്റെ രേഖകളെല്ലാം ഇങ്ങനെ എല്ലാം മറിച്ചൊക്കെ നോക്കിയിട്ട് പറഞ്ഞു, എവിടെ പോകുന്നത്? ഞാൻ പറഞ്ഞു, ദുബൈക്കാന്നാണ് പറഞ്ഞു. എന്താ പരിപാടി? ഞാൻ പറഞ്ഞു, മിമിക്രി പരിപാടിയായിട്ട് ജോക്സ് ഇന്ത്യ എന്നുള്ള ട്രൂപ്പാണ്, കലാഭവൻ റഹ്മാനിക്കയുടെ സമിതിയാണ്, അവിടെയാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നേതാവ് പറഞ്ഞു, അത് നമ്മുടെ ആളാണ്, പുള്ളിക്ക് പെട്ടെന്ന് ചെയ്ത് കൊടുക്കണം, കാരണം അദ്ദേഹം ലീഡ് കോമഡിയിൽ ചെയ്യുന്ന പെട്ടൊരു ഒരാളാണ്, അപ്പോൾ അദ്ദേഹം പരിപാടിക്ക് വേണം എന്നാണ് റഹ്മാൻ പറയുന്നത്, അപ്പം ഒന്ന് ഹെൽപ്പ് ചെയ്യണം എന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, നമുക്ക് നോക്കാം, പാസ്പോർട്ടിൻ്റെ കാര്യം നമുക്ക് റെഡിയാക്കാമെന്നുള്ളേ ഉള്ളൂ, എമർജൻസി ആണെങ്കിൽ പൈസ അടച്ചാൽ നമുക്ക് നോക്കാമെന്നുള്ളേ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഓക്കെ അല്ലേ, നേതാവിന് ഇവിടെ പോകണം. പുള്ളി പറഞ്ഞു, എന്നാൽ എല്ലാം ഓക്കെ ആക്കണം. എന്നെ തോളത്ത് കെട്ടിയിട്ട് പറഞ്ഞു, വെളിക്കണം കേട്ടോ, എല്ലാം ഓക്കെ ആകും, പുള്ളി ഓക്കെ ഒക്കെ തന്നോളൂ. ഓക്കെ സാറെന്ന് പറഞ്ഞു നേതാവ് പറയും. അപ്പം എന്നോട് ഇങ്ങനെ പാസ്പോർട്ട് ഓഫീസർ ചേർന്നിരിക്കാൻ നോക്കിയിട്ട് എന്നോ ഇരിച്ചിട്ട് പറഞ്ഞു, വന്ന പുള്ളിക്ക് എത്ര കൊടുത്തു നിങ്ങൾ? ഞാൻ പറഞ്ഞു, ഇല്ല ഒന്നും കൊടുത്തില്ല. സത്യം പറയണം. ഇല്ല സാർ, സത്യമായിട്ടും ഞാൻ ഇവിടെ അടയ്ക്കാനുള്ള കുറച്ച് പൈസ കരുതണമെന്ന് പറഞ്ഞിരുന്നു, ആ പൈസ എടുത്തിട്ടുണ്ട്, അല്ലാതെ എനിക്ക് അങ്ങനെയൊന്നും കൊടുത്തിട്ടില്ല എന്ന് പറയും. അപ്പോൾ പോയിട്ട് വന്ന് കൊടുക്കാനായിരിക്കും. ഞാൻ പറഞ്ഞു, എനിക്ക് അതിനെക്കുറിച്ച് എന്നോടൊന്നും ഇപ്പോൾ സംസാരിച്ചില്ല, എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി വന്ന റഹ്മാനിക്ക സുഹൃത്താണ് അദ്ദേഹം. ശരി, ഞാൻ എങ്ങനെയും നമുക്ക് നോക്കാം, പക്ഷേ എമർജൻസി എടുക്കണമെങ്കിലും വെരിഫിക്കേഷൻ എന്നൊരു സംഭവമുണ്ട്, അത് പോലീസ് സ്റ്റേഷനോട് ബന്ധപ്പെട്ടതാണ്. നിങ്ങൾ ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളാണോ, അല്ലെങ്കിൽ ക്രിമിനൽ ഇതിൽ ഉൾപ്പെട്ട ആളാണോ, ഇങ്ങനെയുള്ള ചില അന്വേഷണങ്ങൾ വരും. അപ്പം അവിടെ നിന്ന് എത്രയും പെട്ടെന്ന് അന്വേഷിച്ച് വരുന്ന എങ്ങനെയാണോ അതനുസരിച്ചിട്ട് നമുക്ക് ഇവിടുന്ന് കൊടുക്കാൻ പറ്റും എന്നൊക്കെ പറഞ്ഞു.
അപ്പം അതിലും നോക്കാം, നമുക്ക് ശ്രമിച്ചു നോക്കാം. ഞാൻ പറഞ്ഞു സാറേ എനിക്ക് പോകണമെന്ന് വലിയ ആഗ്രഹം. ആ അതിന് എടോ നിങ്ങളെ വിടണമെന്ന് എനിക്കും ആഗ്രഹമാണ്. പക്ഷെ നമുക്ക് ഇതിനകത്തുള്ള ചില നിയമ നടപടികളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതങ്ങനല്ലേ പോകാൻ പറ്റൂ. ഞാൻ പറഞ്ഞു ശരി സാറേ. അപ്പോൾ എന്നെ കണ്ണൊക്കെ നിറഞ്ഞു. പറഞ്ഞു നോക്കാം, പ്രാർത്ഥിച്ചു, അല്ലെങ്കിൽ ഇവിടെ നിന്നുള്ളതൊക്കെ നമുക്ക് സ്പീഡാക്കാൻ നോക്കാം എന്നൊക്കെ പറഞ്ഞു. നല്ലൊരു ഓഫീസർ അദ്ദേഹം. എന്നോട് നിന്ന് ഇറങ്ങി റഹ്മാനൊക്കെ അടിക്കുക നിൽക്കണമെന്ന് പറഞ്ഞു, വിവരങ്ങൾ പറഞ്ഞു. എനിക്ക് പറഞ്ഞാൽ വെരിഫിക്കേഷന് വന്നാൽ ചിലപ്പോൾ എമർജൻസിയാണ്, ചിലപ്പോൾ 6 ദിവസം 7 ദിവസം കഴിഞ്ഞ് വെരിഫിക്കേഷൻ വരും. അപ്പം അത് ഇതിൽ അറിയുന്ന പോലീസ് ഓഫീസറുമാണ്. ഞാൻ പറഞ്ഞു എനിക്കൊരു സാധാരണ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ പോലും എനിക്ക് പരിചയമില്ല. അപ്പം പറഞ്ഞു എനിക്കൊരാളുണ്ട്, ഞാൻ അദ്ദേഹത്തെ വിളിച്ച് നോക്കട്ടെ. 3-4 ദിവസം കഴിഞ്ഞപ്പം എനിക്ക് അടുത്തുള്ളൊരു വീട്ടിൽ ഫോണിൽ കൂടെ ഇങ്ങനെ അത്യാവശ്യം എന്ന് പറഞ്ഞ് വിളിച്ചു എന്നെ. അപ്പം അത്യാവശ്യങ്ങൾക്ക് മാത്രം ആ ഫോൺ അദ്ദേഹം അവിടെ ഉണ്ടെങ്കിൽ വീട്ടുകാരും ഒന്ന് പറയും. അങ്ങനെ വന്ന് പറഞ്ഞ് ഇങ്ങനെ എറണാകുളത്ത് നിന്ന് വിളി വന്നു, അവിടെ വരെ ചെല്ലാമെന്ന് പറഞ്ഞു. എടാ നീ തിരുവല്ലയ്ക്ക് പോകണം, അവിടെ MG സോമൻ ചേട്ടനുണ്ട്, സോമചേട്ടൻ നടൻ, അദ്ദേഹത്തെ പോയി കാണണം. നിൻ്റെ കാര്യം ഞാൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. അപ്പം അദ്ദേഹത്തിൻ്റെ ഇൻറ്റിമേറ്റ് ഒരു സുഹൃത്താണ് ഇപ്പോൾ കോട്ടയത്തുള്ള SP. അവർ ഒന്നിച്ച് പഠിച്ചതാണ്. അപ്പം അദ്ദേഹത്തോട് നല്ല ബന്ധമാണ്. നടനിലുപരി അദ്ദേഹം ഒന്നിച്ച് പഠിച്ചതിൻ്റെ ഒരു ബന്ധമുണ്ട്. അപ്പം നീ അദ്ദേഹത്തെ പോയി കണ്ടാൽ അവിടെ നിന്ന് ഒരു ലെറ്റർ തരും, വല്ലതും തരുമായിരിക്കും. അദ്ദേഹം എന്താ ചെയ്യും, അതനുസരിച്ചിട്ട് നീ തിരുവല്ലയ്ക്ക് പോകണമെന്ന് പറയും. അപ്പോൾ MG സോമൻ എന്ന് കേട്ടപ്പോൾ സത്യം പറഞ്ഞാൽ അദ്ദേഹത്തെ ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട്, സിനിമകൾ ഒരുപാട് കണ്ടു, നേരിട്ട് കാണാൻ, അതും അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോവുക, ഞാൻ ഒറ്റയ്ക്ക്. എനിക്കാണെങ്കിൽ ശരീരം വിറയ്ക്കുന്നു, തൊണ്ടയിലെ വെള്ളം പറ്റുന്നു. അദ്ദേഹത്തെ കാണുന്ന എനിക്ക് സൗഭാഗ്യങ്ങളിങ്ങനെ വരുക. ഞാനിങ്ങനെ ദൈവമേ, ഞാൻ എങ്ങനെ അദ്ദേഹത്തെ ഫേസ് ചെയ്യും, എന്ത് പറഞ്ഞ് തുടങ്ങും, എങ്ങനെ ആകും, ആ വീട്ടിൽ ചെന്നാൽ എങ്ങനെയാണെന്നുള്ള എൻ്റെ മനസ്സിലിങ്ങനെ കിടക്കുന്നു. അങ്ങനെ ഈ പറഞ്ഞ ദിവസം ഞാൻ തിരുവല്ലയ്ക്ക് ബസ് കയറി അവിടെ ചെന്നു. അദ്ദേഹത്തിൻ്റെ വീട്ടുപാതൊക്കെ ചെന്നു. ആദ്യം ശകലനേരമൊക്കെ ഒന്ന് നോക്കി, അദ്ദേഹം കൂടെ ഉണ്ടോ എന്നൊക്കെ നോക്കി. ഒരു കാറൊക്കെ കിടപ്പുണ്ട്, അതിനെ ഒളിമ്പിലടിച്ചു. ഒരാൾ ഇറങ്ങി വന്നു, എന്താ ചോദിച്ചു. പറഞ്ഞു സാറിനെ കാണാനാണ്. ഇരിക്കെ, എവിടെ നിന്ന് വരും, ഞാൻ ചങ്ങനാശ്ശേരിയിൽ നിന്ന് വരുവാ. ഇരിക്കെ, അദ്ദേഹം ഇപ്പോൾ വരും, അകത്തുണ്ട് എന്ന് പറഞ്ഞു. ഞാൻ അകത്ത് കയറി സെറ്റിലിങ്ങനെ കയറിയിരുന്നു. അപ്പോൾ അദ്ദേഹം വന്നു. കണ്ടപ്പം തന്നെ എനിക്ക് ബഹുമാനവും സ്നേഹവും ആദരവൊക്കെ കൊണ്ട് ഞാൻ ചാടി അങ്ങ് എഴുന്നേറ്റു. ഞാൻ തൊഴുതു, ഇങ്ങനെ സാഷ്ടാംഗം തൊഴുതു. പറഞ്ഞു ഇരിക്കെ. റഹ്മാൻ പറഞ്ഞ ആളല്ലേ പറഞ്ഞു. അതെ, റഹ്മാൻ വിളിച്ച് പറഞ്ഞിരുന്നു. പിന്നെ ഞാനൊരു ലെറ്റർ തരാം, കാര്യം എൻ്റെ കൂട്ടുകാരനാണ്, ഞങ്ങൾ ഒന്നിച്ച് പഠിച്ചതൊക്കെയാണ്. പറഞ്ഞാൽ ചില കാര്യങ്ങൾക്ക് കേൾക്കുകയും ചെയ്യും. പക്ഷേ ചില കാര്യങ്ങൾക്ക് ഞാൻ ഇവരാരെയും ബുദ്ധിമുട്ടിക്കാറില്ല. കാരണം പോലീസാണ്, അവർക്ക് അവരുടേതായ രീതികളും കാര്യങ്ങളും ഉണ്ടാകും. അപ്പോൾ അവർ വിചാരിച്ചെങ്കിലേ കാര്യങ്ങൾ ഇതാകത്തുള്ളൂ. ഒന്ന് സംസാരിച്ച് നോക്കാം, ഞാൻ അതിലൊരു ലെറ്റർ തരാം എന്ന് പറഞ്ഞ് അദ്ദേഹം അകത്ത് പോയി പേനയും പേപ്പറും ഒരു പാടും കൊടുത്തിട്ട് വന്നിട്ട് എനിക്ക് വേണ്ടി ലെറ്റർ എടുത്ത് എൻ്റെ പേര് ചോദിച്ചു, വീട്ടുപേര് ചോദിച്ചു, അഡ്രസ്സ് ചോദിച്ചു. അങ്ങനെ ആ ലെറ്റർ തന്ന് കോട്ടയത്ത് അദ്ദേഹത്തിൻ്റെ ക്വാർട്ടേഴ്സിൽ പോകണം. SP ഓഫീസിൽ പോലെ ക്വാർട്ടേഴ്സിൽ പോകണം. നാളെ വയ്ക്കൂ, ഞാനൊന്ന് വിളിച്ചു അദ്ദേഹത്തോട് സംസാരിച്ചോളാം. ഇങ്ങനെ ചങ്ങനാശ്ശേരിയിൽ നിന്നൊരു പയ്യൻ വരുന്നത് ആർട്ടിസ്റ്റാണെന്ന് ഞാൻ പറയാം എന്ന് പറഞ്ഞു. എനിക്ക് ഭയങ്കര സന്തോഷം. ഞാൻ അവിടെ നിന്ന് സാറ് വരട്ടെ, ഇങ്ങനെ പോയിട്ട് വാ, ഗൾഫിലേക്ക് പോകുമ്പോൾ അടിച്ചു പരിപാടിയൊക്കെ ചെയ്യണം കേട്ടോ. നിങ്ങളുടെ പരിപാടി ഒന്ന് കാണണമല്ലോ, റഹ്മാനെ എൻ്റെ അന്വേഷണമൊക്കെ അറിയിക്കണം കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ റഹ്മാനൊക്കെ MG സോമൻ ചേട്ടനെ അനുകരിക്കും. അന്ന് സ്റ്റേജിൽ കയറി MG സോമൻ എന്ന് പറഞ്ഞാൽ തന്നെ കൈഡ് തുടങ്ങും അവിടെ. ഇക്കടെ ആ നടപ്പും ഇതൊക്കെ അത്ര പെർഫെക്ഷനും അതുപോലെ ശബ്ദവും കൃത്യമാണ്. അപ്പം ഭയങ്കര ഇതുള്ള എനിക്കും ആരാധനയാണ് ഇക്കാത് ചെയ്യുമ്പോൾ തന്നെ. ഞങ്ങൾ ഇങ്ങനെ സൈഡിൽ നിന്ന് ഇങ്ങനെ കൗതുകത്തോടെ കൂടി നോക്കും. അങ്ങനെ ആ ലെറ്ററുമായിട്ട് ഞാൻ ക്വാർട്ടേഴ്സിൽ വന്നു. അപ്പോൾ ഞാൻ ഈ ക്വാർട്ടേഴ്സിൽ ചെന്ന ബെല്ലടിച്ചു, അദ്ദേഹം ഇറങ്ങി വന്നു. അപ്പോൾ എൻ്റെ ഈ കോലവും ഈ കാണുന്ന കോലമൊന്നുമല്ല. അന്ന് ഞാൻ കറുത്ത പഠിച്ചൊരു പ്രത്യേക സൈസ് വണ്ണമൊക്കെ കുറച്ച് വേറൊരു ഷേപ്പാണ്. എന്നെ കണ്ടോണ്ട് എന്നാ ചോദിച്ചു. ഞാൻ സത്യം പറഞ്ഞാൽ വിറച്ചു പോയി. ഞാൻ പറഞ്ഞു ലെറ്ററോ 6 ലെറ്റർ എന്നിട്ട് പോലെ MG സോമൻ സാർ, അദ്ദേഹം സോമൻ സാറോട് എന്താ സാറ് തന്നൊരു ലെറ്ററാണ്, എന്തായാലും. ഞാൻ പറഞ്ഞു ഇല്ല, സാർ എഴുതിയിട്ടുണ്ട്, സാറിന് തരാനാണ് പറഞ്ഞു. എന്നാൽ പുള്ളി അത് വാങ്ങിച്ചു. എന്നിട്ട് ഇങ്ങനെ നോക്കിയിട്ട് അകത്ത് പോയി വായിച്ചിട്ട് തിരിച്ചിറങ്ങി വന്നു. അതേ, എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം സ്റ്റേഷനിൽ നിന്ന് കിട്ടുന്ന റിപ്പോർട്ട് അനുസരിച്ച് എനിക്ക് എന്തെങ്കിലും എഴുതാൻ പറ്റത്തുള്ളൂ. പിന്നെ
സ്റ്റേഷനിൽ നിന്ന് ആൾ വരുന്നത് സ്ഥലം നേരത്തെ ആക്കി തരാം, നീ വല്ല കുറ്റം ചെയ്തിട്ടുണ്ടോ പറഞ്ഞില്ല. ഇല്ല സാറേ, ഞാൻ കണ്ടിട്ടുണ്ടോ ചെയ്ത പോലെ ഉണ്ടല്ലോ നിന്റെ നിൽപ്പൊക്കെ. സാറ് പേടിച്ചിട്ടാ, എനിക്ക് ഭയങ്കര പേടിയാണ് സാറിന് മുമ്പിൽ നിൽക്കുമ്പോൾ ഒരു ശരി 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 എന്നാൽ വിട്ടോ, ഞാൻ വെരിഫിക്കേഷൻ പറയട്ടെ, വരുമ്പോൾ തന്നെ ബാക്കി അന്വേഷിക്കാം, നമുക്ക് നോക്കാം കേട്ടാ, ഓക്കെ പറയും. ഞങ്ങൾ തിരിഞ്ഞുകൊണ്ട് എന്നെ വിളിച്ചു, അവിടെ വന്നോളാം. വീട്ടിൽ ഞാൻ വരണ്ടു പോയി. എന്നാ സംഭവം, ഞാൻ തിരിഞ്ഞു ചെന്ന് എന്താ സാറേ ചോദിച്ചു. നീ സോമൻ സാറിനോട് എൻ്റെ അന്വേഷണം അറിയിക്കണം, ഫോണിൽ കൂടെ നിങ്ങൾ സംസാരിച്ചിരുന്നു, അതിൻ്റെ സ്നേഹാന്വേഷണമൊക്കെ അറിയിക്കണം, ഞാൻ അന്വേഷണം പറഞ്ഞേക്കണം, ഓക്കെ വിട്ടോ പറഞ്ഞു. ഞാൻ അവിടുന്ന് ദീർഘശ്വാസം വിട്ട് ഞാൻ വരണ്ട് അവിടെ നിന്ന് ഇറങ്ങി, എനിക്ക് പോകുന്നു. അങ്ങനെ വെരിഫിക്കേഷൻ ആൾ വന്നു, എല്ലാം ഓക്കെ ആയി. എനിക്ക് പാസ്പോർട്ട് റെഡിയാകുന്നു. പാസ്പോർട്ട് ഓഫീസിൽ ചെന്ന് ഞാൻ പാസ്പോർട്ട് സാറിന് അയച്ചു കൊടുക്കുകയാണ്. പക്ഷേ അവിടെ ഓഫീസറുമായിട്ട് പിന്നെ ആ നേതാവാണെന്ന് തോന്നുന്നു, പുള്ളി വിളിച്ചു പറഞ്ഞപ്പം എന്തായാലും വന്നിട്ടുണ്ട് പറഞ്ഞ്. അങ്ങനെ ഞാൻ എറണാകുളത്ത് പരിപാടിക്ക് ചെന്നപ്പം പാസ്പോർട്ട് ഓഫീസിൽ പോയി ആ പാസ്പോർട്ട് ഉണ്ടാക്കി കിട്ടുന്നു ചൂടോടെ. ഞാൻ ആദ്യം സ്മരിച്ചത് MG സോമൻ സാർ, നടൻ, അദ്ദേഹത്തെയാണ്. കാരണം എനിക്ക് പാസ്പോർട്ട് തരാൻ ഒരു കാരണക്കാരൻ അദ്ദേഹം കൂടാണല്ലോ. പിന്നെ പ്രിയപ്പെട്ട റഹ്മാനിക്ക, ഇക്കയും കൂടെ മനസ്സ് വെച്ചിട്ടാണ് അത് കിട്ടിയത്. അങ്ങനെ ഞാൻ ഗൾഫ് നാട് കാണാൻ ദുബൈക്ക് പോകാൻ വേണ്ടി പാസ്പോർട്ടാക്കിയായി എല്ലാം കൊടുക്കുന്നു. അപ്പോൾ ഞാനങ്ങനെ പാസ്പോർട്ട് വാങ്ങി തിരുവനന്തപുരത്ത് നിന്നാണ് യാത്ര പോകുന്നത്, എയർപോർട്ടിൽ നിന്ന്. അപ്പം ലൈറ്റും സാധനങ്ങളും ഒക്കെ കയറ്റി ഞങ്ങൾ ആർട്ടിസ്റ്റുകൾ എല്ലാവരുമായിട്ട് തിരുവനന്തപുരം എയർപോർട്ടിൽ ചെന്നു. എയർപോർട്ടിൽ ചെന്നപ്പം തന്നെ റഹ്മാനിക്ക് പറഞ്ഞു, എല്ലാവരും പാസ്പോർട്ടിങ് തരണം, അവിടെ ഒന്നിച്ച് കൊടുക്കണം പറഞ്ഞു. എല്ലാവരും പാസ്പോർട്ട് അദ്ദേഹം മേടിച്ചു. നമ്മുടെ പിന്നെ എയർപോർട്ടിലോട്ട് കയറുന്ന അവിടെ അപ്പം പാസ്പോർട്ട് കാണിച്ചിട്ട് കൊണ്ടുകൊണ്ട് കയറാൻ. പാസ്പോർട്ട് റഹ്മാനിക്കടയിലായിപ്പോയി. ഞങ്ങളെല്ലാവരും കൊടുത്തപ്പം അപ്പോൾ ഈ ഞങ്ങളുടെ കൂടെ ഷൈലൻ ചേട്ടൻ പറഞ്ഞാൽ അദ്ദേഹം കലാഭവനിലായിരുന്നു. പുള്ളി കുറേ വേൾഡ് ട്രിപ്പിനൊക്കെ പോയിട്ടുള്ളതുകൊണ്ട് പുള്ളി പാസ്പോർട്ട് ഉള്ളതിനെ കൈ വെച്ചിരുന്നു. അപ്പോൾ ഈ സാധനം എടുക്കുന്ന സമയത്ത് ഷൈലൻ ചേട്ടൻ പറഞ്ഞു, കാരണം എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യാം, നമുക്ക് ഇതിനടുത്ത് അകത്തോട്ട് വെക്കാനെന്ന് പറയും. ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ അതിൻ്റെ ഒരു സൈഡിൽ പിടിച്ച്, ബാഗിൻ്റെ സൈഡിൽ പിടിച്ച് ഞങ്ങൾ രണ്ട് തൂക്കിയെടുത്ത് എൻ്റെ വെട്ടി പിടിച്ചു, അദ്ദേഹം പിടിച്ച് ഞങ്ങളിങ്ങനെ അകത്തോട്ട് കയറി. ഷൈലൻ ചേട്ടൻ പാസ്പോർട്ട് കാണിച്ചു, ശരിയെന്ന് പറഞ്ഞു. അപ്പം ഞാനങ്ങോട്ട് തന്നെ എന്നോട് പാസ്പോർട്ട് വേണം. ഞാൻ പറഞ്ഞു പാസ്പോർട്ട് ഇല്ല. പാസ്പോർട്ട് ഇല്ലാതെ എങ്ങനെ നീ പോന്നേ? അതൊരു BSF ജവാൻ, അദ്ദേഹം മലയാളിയാണെന്ന് തോന്നുന്നു. ഞാൻ പറഞ്ഞു റഹ്മാനിക്കടയില്ല, നിൻ്റെ പാസ്പോർട്ടാണ് അദ്ദേഹത്തിന് കൊടുത്തിരിക്കുന്നത്. ഞാൻ പറഞ്ഞു ഇങ്ങനെ അദ്ദേഹം എല്ലാവരുടെയും മേടിച്ച് മേടിച്ചാൽ തോന്നുന്നു. എന്നാൽ അവിടെ കാര്യം ചെയ്യും, അവിടെ നിൽക്കും, അദ്ദേഹം പാസ്പോർട്ട് വരട്ടെ, എന്നിട്ട് കാണിച്ചിട്ട് കയറണം, അല്ല ഇതിനകത്ത് കയറാൻ പറ്റുമെന്ന് പറഞ്ഞു. എനിക്കുണ്ടായ സങ്കടമെന്ന് പറഞ്ഞാൽ ഇത്രയും നേരം പ്ലെയിൻ എങ്ങനെയാ, എയറോട്ടോം എങ്ങനെയാ, ദുബായ് എങ്ങനെയാ, ഇതെല്ലാം ചിന്തകളും മനസ്സിൽ ഞാനിട്ട് സ്വപ്നങ്ങൾ കണ്ട ആ സ്വപ്നങ്ങൾ കൊണ്ട് മെഴുകി വലിയ കൂടാരം പണത് അതിൽ വൈരങ്ങൾ പതിപ്പിച്ച് മനസ്സിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് ഞാൻ ഈ പാസ്പോർട്ട് ഇല്ലാതെ ഇവിടുന്ന് അങ്ങോട്ട് കയറാൻ പറ്റുന്ന പറഞ്ഞപ്പോൾ തന്നെ കിളി പോയി. ഇവിടുന്ന് എല്ലാം കിളി പറക്കുക. ഞാനങ്ങ് തളർന്നു പോവുക. എനിക്ക് ഇപ്പോൾ റഹ്മാനിക്കൊക്കെ അങ്ങ് നടന്നങ്ങ് പോയി, ഉള്ളിലോട്ടങ്ങ് പോയി. അപ്പം ഞാൻ പറഞ്ഞു ഷൈലഞ്ചേട്ടാ, പുള്ളി കൊണ്ട് ഒരു ട്രോളി പോലെ സാധനം എടുത്ത് അതിനകത്ത് ഇതൊക്കെ എടുത്ത് വെച്ച് പുള്ളി തള്ളിക്കൊണ്ടങ്ങ് പോയി. ഞാനവിടെ നിൽക്കുക. എന്നോട് അത് പറഞ്ഞു ഇവിടെ നിൽക്കാൻ പറ്റില്ല, അങ്ങോട്ട് മാറി നിൽക്കണം എന്ന് പറഞ്ഞു. ഞാൻ അങ്ങോട്ട് മാറ്റി എന്ന് നിർത്തിയിരിക്കുക. ഞാൻ തകർന്നെന്ന് പറഞ്ഞാൽ എനിക്ക് ഉണ്ടായ വിഷമവും സങ്കടവും അകത്തോട്ട് കയറാനും വയ്യ. അപ്പം ബഷീർക്കുണ്ട്, ജാഫറുണ്ട്, ഇടുക്കി രാജമാഷുണ്ട്, രാജേഷ് കെ പുതുമനയുണ്ട്, റോജി, കോട്ടയം റോജിയുണ്ട്, അതൊക്കെ സ്ട്രിങ്സൊക്കെ വായിക്കാൻ. പിന്നെ പാട്ടുകാരുണ്ട്, നാസിർക്ക, കോതമംഗലത്തുള്ള നാസിർക്ക, അദ്ദേഹം ഉണ്ട് പാട്ടൊക്കെ. അവരെല്ലാം അങ്ങ് അകത്തോട്ടും പോയി. വിഷമിച്ചിട്ടെന്ന് പറഞ്ഞാൽ അങ്ങനെ നിന്ന് ഒരു 5-8 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേന് റഹ്മാനിക്കും രാജേഷ് കെ പുതുമനും കൂടെ വന്നിട്ട് പറഞ്ഞു, നീ എന്നോട് നിനക്ക് കയറുന്നില്ല, നമ്മളെ വിളിക്കുന്നുണ്ടല്ലേ. അവൻ നിൽക്കുക പാസ്പോർട്ടില്ലാതെ. ഇദ്ദേഹം പറഞ്ഞ് കയറാൻ പറ്റില്ല, പാസ്പോർട്ട് എൻ്റെ കയ്യിലല്ലേ, നിൽക്കടയില്ലേ, എനിക്ക് തരണമെന്ന് പറഞ്ഞു. കാരണം അദ്ദേഹം പറഞ്ഞു എന്ത് കളിയാത്. അദ്ദേഹം പാസ്പോർട്ട് എടുത്ത് എൻ്റെ കയ്യിൽ തന്നു. ഞാൻ അന്നേരം BSF ജവാൻ്റെ കൊടുത്തു. നിന്ന സമയം കൊണ്ട് ഞാൻ വെട്ടി വിയർത്ത് എൻ്റെ സകല ഗ്യാസും പോയി. നമ്മൾ ഈ സൈക്കിൾ ട്യൂബിൽ നിന്ന് കാറ്റ് ഊരി വിടുന്ന പോലെ എൻ്റെ എല്ലാം പോയി. വെടി തീർന്നൊക്കെ സമയത്ത് ഇത് വന്നു. ജവാൻ്റെ വഴക്കും പറയുന്നുണ്ട്. അങ്ങനെ ഓടിപ്പിടിച്ചു. വായിക്കകത്ത് വെള്ളമില്ല. ഞാൻ ആകെ ഇത് വായു കൊടുത്തു, പാസ്പോർട്ട് കാണിച്ചു. അപ്പോഴത്തേക്ക് നോക്കിയിട്ട് പറഞ്ഞു പോയിട്ട് പറഞ്ഞ് ഞങ്ങളൊക്കെ മൈൻഡ് ചെയ്യണം, എന്തെങ്കിലുമൊക്കെ തരണം ഞങ്ങൾക്ക്, അങ്ങനെ ഒരു കീഴ്വഴക്കമുണ്ട് എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം പറഞ്ഞു. ഞാൻ പറഞ്ഞു നിനക്ക് കിട്ടുവാണെങ്കിൽ കൊണ്ട് തരാം. കിട്ടുമെന്നല്ല, നിനക്ക് കാശ് കിട്ടുമ്പോൾ അതിൽ നിന്ന് മേടിച്ചെന്ന് പറഞ്ഞു. ഞാൻ നോക്കട്ടെ സാറേ, ഞാൻ ആദ്യം ഒന്ന് പോയിട്ട് വരട്ടെ, ആദ്യമായിട്ട് പോവാ, എനിക്ക് ഒന്നും അറിയില്ല. എല്ലാം അറിഞ്ഞോളും, അതോട്ട് പോകുമോ പറഞ്ഞു. അദ്ദേഹം ചിരിച്ചു. വേറെ ആരോണോ അവരുടെ പാസ്പോർട്ടൊക്കെ മേടിക്കുന്നത്. ഞാനിങ്ങനെ
അവരുടെ കൂടെ ഓടുക. അവർ നടന്ന് സ്പീഡ് നടക്കുന്നു, അവരുടെ പുറകെ ഞാൻ പോയി ബാഗൊക്കെ ചെക്കൊക്കെ ചെയ്തു. അങ്ങനെ അവിടുന്ന് കടമ്പ് കടന്ന് എയർപോർട്ടിൻ്റെ വെളിയിൽ ഒരു വണ്ടി വന്ന് അതിൽ കയറി നേരെ ദൂരെ കിടക്കുന്ന ആ വിമാനം കാണുകയാണ്. വേറെ ഉണ്ടായ സന്തോഷം എന്ന് പറഞ്ഞാൽ ആ വിമാനം എങ്ങനെയാണ്, വിമാനത്തിനകം എങ്ങനെയാണ് എന്നുള്ള കാണുന്നു. അങ്ങനെ വിമാനത്തിൻ്റെ ചവിട്ടുപടികൾ കയറി അകത്തിരുന്നു. തൊഴുതു നിൽക്കുന്ന ഒരു എയർ ഹോസ്റ്റസിനെ അറിയാതെ ഞാനും തൊഴുതു പോയി. അകത്ത് കയറി സീറ്റ് നമ്പർ പറഞ്ഞ് കയറിയിരുന്നു. അങ്ങനെ ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് ദുബായ് കയറി പരിപാടിയായിട്ട്. അന്ന് കൊല്ലത്തുള്ള രഘുചേട്ടൻ എന്ന് പറഞ്ഞ ഒരാളാണ്, മിഡിൽ ഈസ്റ്റ്, അദ്ദേഹമാണ് ആ പരിപാടിയൊക്കെ സ്പോൺസർ ചെയ്തത്. കുറേ പരിപാടി കളിച്ചു, അടിച്ചു പൊളിച്ചു. ഗൾഫിലെ കഥകളെ ചിരിക്കാനും പറ്റിയ ഒരുപാടുണ്ട്. നമുക്കത് മറ്റൊരു എപ്പിസോഡിൽ തീർച്ചയായിട്ടും ഞാൻ പറയാം. അപ്പോൾ എൻ്റെ തിയേറ്റർ ഇവിടെ അവസാനിക്കുന്നു. കേട്ടിരുന്ന പ്രിയപ്പെട്ട എല്ലാ പ്രേക്ഷകർക്കും ഞാൻ ഹൃദയം കയറുന്നു നന്ദി രേഖപ്പെടുന്നു. ഇതുപോലുള്ള കൊച്ചു കഥകളുമായിട്ട് ഞാൻ ഇനിയും വരാം. നമുക്ക് കാണാം. സസന്തോഷം. കണ്ണൻ സാഗർ.